ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹന കൈമാറ്റത്തിൽ UDF ഭരണസമിതിക്ക് കുരുക്കം. ദേവസ്വം സ്വത്ത് തന്ത്രിക്ക് കൈമാറിയത് ചട്ടം ലംഘിച്ച് എന്ന രേഖകൾ പുറത്തുവന്നു. ശബരിമലയിൽ അഭിഷേകം ചെയ്ത നെയ് വിതരണം ചെയ്ത കേസിൽ സന്നിധാനത്ത് വിജിലൻസ് പരിശോധന നടത്തി. പഴയ കൊടിമരത്തിലെ വസ്തുക്കൾ ദേവസ്വം സ്വത്തായി ക്ഷേത്രത്തിൽ സൂക്ഷിക്കണമെന്ന 2012 ഉത്തരവ് ലംഘിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഇത് ലംഘിച്ച് 2017 വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവരർക്ക് കൈമാറി. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് UDF നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയത്. പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണം എന്ന ബോർഡ് തീരുമാനമാണ് ഇതിലൂടെ ലംഘിക്കപ്പെട്ടത്. ഈ ഉത്തരവ് പ്രകാരം പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. എന്നാൽ താന്ത്രിക വിധിപ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയത് എന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ വാദം. വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് യോഗക്ഷേമ സഭയുടെ പ്രതികരണം. അതേസമയം ശബരിമലയിൽ അഭിഷേകം ചെയ്ത നെയ്യ് വിതരണം ചെയ്ത കേസിൽ സന്നിധാനത്ത് വിജിലൻസ് പരിശോധന നടത്തി. സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാറിനെ ഒരു ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. 24 തിരുവനന്തപുരം. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിലും അത് അന്വേഷിക്കണം, കണ്ടെത്തണം എന്നാണ് പറയുന്നത്. സ്വർണ്ണക്കൊള്ള നടത്തിയ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. അതിൽ രാഷ്ട്രീയ ഭേദമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. UDF ഭരണകാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. വാജിവാഹനം പരസ്യമായാണ് തന്ത്രിക്ക് കൈമാറിയത്. രഹസ്യമായി നടന്ന ഒരു മോഷണമല്ല എന്നാണ് രമേശ് ചെന്നിത്തല അതിൽ വിശദീകരിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നെങ്കിൽ അത് പരിശോധിക്കട്ടെ. യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനുള്ള നീക്കം ആണ് UDFനെ പഴിചാരുന്നതിലൂടെ സംഭവിക്കുന്നത് എന്നും അത് വിലപ്പോകില്ല എന്നുമൊക്കെ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ നടന്ന ഈ വാജിവാഹന കൈമാറ്റം ഇപ്പോൾ സംശയ ദൃഷ്ടിയിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പുതിയ പ്രതികരണങ്ങളൊക്കെ വരികയും ചെയ്യുന്നത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. മുന്നണി മാറ്റ വിവാദങ്ങൾക്കിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചെയർമാൻ ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിലാണ് യോഗം. മുന്നണി മാറ്റം ഒരിക്കലും തുറക്കാത്ത പുസ്തകമെന്ന് യോഗത്തിന് മുൻപ് ജോസ് കെ മാണി പറഞ്ഞു. പദവിയല്ല, നിലപാടാണ് പ്രധാനമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും വിശദീകരിച്ചു. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഇനി ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അടച്ചോടും. ഞങ്ങളുടെ നിലപാടെന്നും സുദൃഢമാണ്. KM മാണി പഠിപ്പിച്ച വഴി യാത്ര ചെയ്യുന്ന പാർട്ടിയായത്. നിങ്ങൾക്ക് ആർക്കും ആ സംശയത്തിന് ആവശ്യമില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞ നിലപാടാണ് ഈ പാർട്ടിയുടെ നിലപാട്. അഭ്യൂഹങ്ങൾ പരത്താൻ ശ്രമിക്കുന്നത്, ഈ പാർട്ടിയെ വിഷമത്തിലാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളാണെന്ന് പാർട്ടി ചെയർമാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ വിരാമം വിട്ടു. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. നിങ്ങളെല്ലാം വന്നുകൂടി വളരെ സന്തോഷം. ഇക്കാര്യം എല്ലാവരും അറിയിക്കണം. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ടോബി ചേരുന്നത്. ടോബി, യോഗം 11 മണിക്കാണ് തീരുമാനിച്ചത്. ഏതാണ്ട് 12 മണിയായി യോഗം തുടങ്ങിയത്. ജോസ് കെ മാണി വരുന്നതിന് മുൻപ് തന്നെ റോഷി അഗസ്റ്റിനും MLA-മാരും എത്തി. അവരൊരുമിച്ച് മാധ്യമങ്ങളെ കണ്ടു. ഞങ്ങൾ LDF-നൊപ്പമാണ്, മുന്നണി മാറ്റം എന്നത് ആലോചനയിൽ പോലുമില്ല എന്ന് റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ മുഴുവൻ MLA-മാരും വ്യക്തമാക്കി. അത് കഴിഞ്ഞ് പിന്നെയും മിനിറ്റുകൾക്ക് ശേഷമാണ് ജോസ് കെ മാണി യോഗത്തിലേക്ക് വന്നത്. അപ്പോൾ റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ യോഗത്തിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസിൽ ഒരു നീക്കം നടന്നു. ഇടതുമുന്നണിക്കൊപ്പം തുടരുക എന്നത് മുഴുവൻ MLA-മാരുടെയും ആവശ്യമാണ് എന്നത് ജോസ് കെ മാണിയോട് പറയാതെ പറയുകയാണ് ആ വാർത്താ സമ്മേളനത്തിലൂടെ റോഷി അഗസ്റ്റിനും MLA-മാരും ചെയ്തത് എന്ന് വ്യക്തമാണ്, അല്ലേ? വിജയകുമാർ, അങ്ങനെ വേണം നമുക്കതിനെ വായിച്ചെടുക്കാം. എന്നിരുന്നാൽ പോലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്കുള്ളിൽ ഒരു ഭിന്നതയില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു നിലപാട് മാധ്യമങ്ങളോട് പങ്കുവെക്കാനാണ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റും എല്ലാം തീരുമാനിച്ചിട്ടുള്ളത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു പിളർപ്പിലേക്കോ മറ്റോ പോകില്ല എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. അതിനാണ് ഇന്ന് ശ്രമിച്ചത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അല്പസമയം മുമ്പാണ് ഈ യോഗം ആരംഭിച്ചത്. അതിൽ ആദ്യം സംസാരിച്ച ജോസ് കെ മാണി തന്നെയാണ്. ഈ വിഷയങ്ങളിൽ മുന്നണി മാറ്റ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നിലപാട്
നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവാദങ്ങളിൽ കഴമ്പില്ല എന്നുള്ളൊരു നിലപാട് ജോസ് കെ മാണി പറഞ്ഞതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തകൾ അത് മാധ്യമ സൃഷ്ടി മാത്രമാണ്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് ജോസ് കെ മാണി പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്തായാലും പ്രധാന ചർച്ച എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ആ ഫലം തന്നെയാണ് പ്രധാന ചർച്ചയായിട്ട് വരുന്നത്. അങ്ങനെ ഒരു തിരിച്ചടി പാർട്ടി പറയുന്നത് കാര്യമായിട്ടുള്ള തിരിച്ചടി കേരള കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും പാലായിൽ 10 സീറ്റ് നിലനിർത്താൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 4 സീറ്റ് ലഭിച്ചു. അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളൊരു നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് വരും. അപ്പോഴായിരിക്കും ഈ മുന്നണി മാറ്റ ചർച്ചകൾ UDF വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരിക. 85ഓളം പേരാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉള്ളത്. അതിലൊരു 60ഓളം പേർ ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളവർ ചില ബുദ്ധിമുട്ടുകൾ കാരണം, ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പങ്കെടുക്കുന്നില്ല. എന്തായാലും ഈ വന്നിരിക്കുന്ന ആളുകളിൽ ചില ആളുകൾക്കെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുണ്ട്. നിലവിലെ സർക്കാരിന്റെ നിലപാടിലൊക്കെ അവർ വിമർശനം ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDFന്റെ പ്രവർത്തനത്തിൽ അതൃപ്തിയുള്ള ആളുകൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുണ്ട്. അവരവരുടെ നിലപാട് ശക്തമായി പറയാനുള്ള സാധ്യതയുണ്ട്. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് ചാഴിക്കാടൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ ചർച്ചയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിലും വ്യത്യസ്ത നിലപാടുകൾ ഈ നേതാക്കൾക്കിടയിൽ ഉണ്ടാകാനോ ഒരു ഭിന്നിപ്പിന്റെ സ്വരം ഉയർന്നു വരാനോ ജോസ് കെ മാണി ഒരു ശരി ടോബി, എന്തായാലും വൈകിട്ട് ഈ യോഗത്തിന് ശേഷം വീണ്ടും നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടേക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുന്നണി മാറ്റ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയ ശ്രദ്ധ കോട്ടയത്തെ കേരള കോൺഗ്രസ് എമ്മിന്റെ യോഗത്തിനും കൈവന്നിട്ടുണ്ട്. തീരുമാനം എന്തായാലും ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്നാണ്. പക്ഷേ ചില ജില്ലാ കമ്മിറ്റികളെങ്കിലും മറിച്ചഭിപ്രായപ്പെടുന്നുണ്ട്. അവരുടെ ശബ്ദം എത്ര ഉയർച്ചയോടെ ഉറച്ച് ഈ യോഗത്തിൽ മുഴങ്ങുമെന്ന് നമുക്കറിയില്ല. സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്. കേരള കോൺഗ്രസ് എമ്മുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കെ മണി ഫൗണ്ടേഷന് 10 കൊല്ലമായി ഭൂമി അനുവദിക്കാതിരുന്ന സർക്കാർ ഇപ്പോഴെങ്കിലും നൽകിയതിൽ സന്തോഷമുണ്ട് എന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവർ UDFന്റെ മുന്നണിയിലേക്ക് വരാമോ എന്നൊന്നും പറഞ്ഞു. ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാചകമാണ്, അവർ ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. 10 കൊല്ലമായിട്ട് കൊടുക്കാത്ത സ്ഥലം ഇപ്പോൾ കൊടുത്തതിൽ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുണ്ട്. അത് ഇവർ തന്നെ ചെയ്യണം. കാരണം അദ്ദേഹത്തെ എങ്ങനെയെല്ലാം അപമാനിക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. നരകത്തീയിൽ വെന്തു മരിക്കണമെന്ന് മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് CPM നേതാക്കന്മാർ. KM മാണി സാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ അതേ ആളുകൾ സ്ഥലം അനുവദിച്ചതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. അതിന് ഞങ്ങളൊരു നിമിത്തമായി എന്നതിൻ്റെ സന്തോഷം കൂടി അതിൻ്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട്. രാഹുൽ മാങ്കുട്ടത്തിലിന്റെ വിശ്വസ്തൻ ഫെന്നി നൈനാന്റെ സൈബർ അധിക്ഷേപത്തിൽ തുറന്നടിച്ച അതിജീവിത. ഇനിയും പരാതിക്കാർ മുന്നോട്ട് വരുന്നത് തടയാനാണ് തനിക്ക് നേരെയുള്ള അധിക്ഷേപമെന്നും ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്നുമാണ് അതിജീവിതയുടെ ശബ്ദ സന്ദേശം. അതിനിടെ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം തുടരുകയാണ്. വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിലിന്റെ വിശ്വസ്തനും KSU നേതാവുമായ ഫെന്നി നൈനാൻ അതിജീവിതയ്ക്കെതിരെ രംഗത്തെത്തിയത്. ഇതിനാണ് അതിജീവിതയുടെ മറുപടി. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പോൾ എന്നെ ലക്ഷ്യം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നിരവധി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സത്യാവസ്ഥ അറിയാനാണ് രാഹുൽ മാങ്കുട്ടത്തിലിനെ നേരിൽ കാണാൻ ഫെന്നിയോട് സമയം ചോദിച്ചത്. രാഹുലിനെ തനിച്ചു കാണാനും ശാരീരിക ബന്ധത്തിനുമായിരുന്നില്ല ഇതെന്നും അതിജീവിത. തലയും വാലുമില്ലാത്ത ചാറ്റുകൾ പുറത്തുവിട്ടത് പരാതിക്കാർ മുന്നോട്ട് വരാതിരിക്കാനാണെന്നും അതിജീവിത. വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന 2 കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ലെന്ന്. ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അതേസമയം രാഹുലിനെ പിന്തുണച്ചുള്ള പ്രസ്താവനകളിൽ പരസ്യ മുന്നറിയിപ്പ് നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു തരത്തിലും സ്ത്രീകളെ ആരെ അപമാനിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയുള്ളവർ അവർക്ക് പാർട്ടി താക്കീത് കൊടുക്കും. അവരെ പാർട്ടിയിലുണ്ടാവില്ല. അത് വീണ്ടും അവർ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. ഒരാൾ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല. തനിക്കെതിരെ കേസെടുത്തതുകൊണ്ട് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഫെന്നി നൈനാന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം.
മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള മഹായുതി മികച്ച ലീഡിലേക്ക് 119 സീറ്റുകളിലാണ് സഖ്യം ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. BJP 93 സീറ്റിലും ശിവസേന 26 സീറ്റിലും ലീഡ് ചെയ്യുന്നു. ശിവസേന ഉദ്ധവ് വിഭാഗവും MNSഉം ചേർന്ന സഖ്യം 70 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഏതാണ്ട് 2-2.5-3 പതിറ്റാണ്ട് നീണ്ട മുംബൈയിലെ താക്കറെ കുടുംബത്തിന്റെ ഭരണം അവസാനിക്കുകയാണ്. അവിടെ BJP നേതൃത്വത്തിൽ ഭരണസമിതി മുംബൈ കോർപ്പറേഷനിൽ വരും എന്ന് ഉറപ്പായിട്ടുണ്ട്. മുംബൈ ഉൾപ്പെടെ മറ്റ് മുഴുവൻ കോർപ്പറേഷനുകളിലെയും പൊതു രാഷ്ട്രീയ സാഹചര്യം എന്താണിപ്പോൾ? വിജയകുമാർ, ഏതായാലും ആ മാന്ത്രിക സംഖ്യ 114 എന്ന മാന്ത്രിക സംഖ്യ ഇപ്പോൾ BJP സഖ്യം ഇവിടെ ലീഡ് നിലയിൽ മറികടന്നിരിക്കുന്നു. 119 സീറ്റുകളിലാണ് ഇപ്പോൾ BJP സഖ്യം ലീഡ് ചെയ്യുന്നത്. അതിൽ തന്നെ BJPക്ക് 93 സീറ്റുകളിലാണ് അവർ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഈ നിലയിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നേടിയ 82 സീറ്റുകളാണ് ഇതുവരെയുള്ള ചരിത്രത്തിലെ BMCയിൽ മുംബൈ കോർപ്പറേഷനിൽ BJPയുടെ ഏറ്റവും ഉയർന്ന കണക്ക്. അതിനെയും മറികടക്കുന്ന പ്രകടനം BJP കാഴ്ചവെക്കാൻ പോകുന്നു എന്നതാണ് ഈ ലീഡ് നില പരിശോധിക്കുമ്പോൾ തോന്നുന്നത്. 93 സീറ്റുകൾ ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നത്. ശിവസേന ഷിൻഡെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 26 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും ഷിൻഡെക്ക് നേട്ടമാണ്. കാരണം ഷിൻഡെയുടെ തട്ടകമല്ല മുംബൈ, ഷിൻഡെയുടെ ഥാനെയാണ്. എന്നാൽ പോലും ശിവസേനയിൽ ഉണ്ടായ പിളർപ്പിന് ശേഷം മുംബൈയിൽ നിന്ന് കിട്ടുന്ന സീറ്റുകൾ അത്രയും അത് ബോണസായാണ് ശിവസേന ഷിൻഡെ വിഭാഗം കാണുന്നത്. അവർക്ക് 26 സീറ്റും കിട്ടുന്നുണ്ട്. അങ്ങനെ BJPയുടെ നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായി മുംബൈ കോർപ്പറേഷന്റെ അധികാരം പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ലീഡ് നില പരിശോധിക്കുമ്പോൾ കണക്കാക്കാൻ കഴിയുന്നത്. നേരത്തെ ശിവസേനയ്ക്കൊപ്പം ചേർന്നുകൊണ്ടായിരുന്നു BJP അധികാരം പിടിച്ചിരുന്നത്. അവിടെ മുന്നിൽ നിന്ന് നയിച്ചത് ശിവസേനയായിരുന്നു. ഇനി ആ ചിത്രം മുംബൈയിൽ മാറാൻ പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഏതായാലും ഉദ്ധവ് താക്കറെ ക്യാമ്പിലേക്ക് വന്നാൽ വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ തവണ നേടിയ 84 സീറ്റ് ആയിരുന്നു ഇത്തവണ അത് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന കണക്ക് പരിശോധിക്കുമ്പോൾ 61 സീറ്റുകളാണ് ഉദ്ധവ് വിഭാഗം ലീഡ് ചെയ്യുന്നത്. ഒപ്പം മത്സരിച്ച രാജ് താക്കറെയുടെ MNS 9 സീറ്റുകൾ. MNSനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. അവിടെ നിന്നും ഒരു 9 സീറ്റിൽ ഇപ്പോൾ ലീഡ് ചെയ്യാൻ കഴിയുന്നു. കോൺഗ്രസിന് ഒരു നേട്ടം ഉണ്ടാവുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. 13 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വിജയിയും കോൺഗ്രസിൽ നിന്നായിരുന്നു എന്നൊരു കൗതുകവുമുണ്ട്. അജിത് പവാറിന് NCP ഒറ്റയ്ക്ക് ഈ സംസ്ഥാന തലത്തിലെ സഖ്യം മറന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചാണ് അവർ 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. മറ്റുള്ളവർ 8 സീറ്റുകൾ എന്ന നിലയിലാണ്. അങ്ങനെ മുംബൈ കോർപ്പറേഷൻ ഭരണം നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ 1985 ശിവസേന അധികാരത്തിലേക്ക് വരുന്നത്. പിന്നീട് 92-ലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം വേറെയാണ്. അന്ന് കോൺഗ്രസ് അധികാരം പിടിച്ചു. പിന്നീട് ഇങ്ങോട്ട് വീണ്ടും അധികാരത്തിൽ തുടർന്നിരുന്ന, അതായത് മുംബൈയുടെ ഭരണം മാതോശ്രീയിലായിരുന്നു എന്നതായിരുന്നു മുംബൈയുടെ ചരിത്രം. ആ ചരിത്രം ഇതാ വർഷങ്ങൾക്ക് ശേഷം തിരുത്തപ്പെടാൻ പോകുന്നു എന്നതാണ്. ഉദ്ധവ് താക്കറേക്ക്, താക്കറെ കുടുംബത്തിന് വലിയ തിരിച്ചടി മുംബൈയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ലീഡ് നില പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. 114 ഇവിടുത്തെ മാന്ത്രിക സംഖ്യ. അതും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ലീഡ് നിലയിൽ മുന്നോട്ട് പോകുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ടൊക്കെ ശരിയായി വരുന്നു. അത്രയും മൃഗീയമായ ഒരു ഭൂരിപക്ഷം BJP സഖ്യത്തിന് കിട്ടിയില്ല എന്നത് ശരിയാണ്. എന്നാൽ പോലും വിജയത്തിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി കഴിയുന്നു. മുംബൈക്ക് പുറമെയുള്ള മറ്റ് 28 കോർപ്പറേഷനുകളുണ്ട്. അവിടെയും BJPക്ക് വലിയ നിലയിൽ ലീഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ തെരഞ്ഞെടുപ്പ് രീതി ഒരല്പം കോംപ്ലക്സ് ആണ്. മുംബൈയിൽ ഓരോ വാർഡിലും ഓരോ കോർപ്പറേറ്റർമാരാണ് വിജയിച്ചു വരുന്നത്. പക്ഷേ മറ്റുള്ള ഇടങ്ങൾ, ബാക്കി 20 ഇടങ്ങളിൽ ഓരോ വാർഡിലും 4 പേരെ വെച്ച് വിജയിച്ച് വരുന്നതാണ്. 4 സ്ഥാനാർത്ഥികൾ വീതമാണ് അവിടെ വിജയിച്ച് വരാൻ വേണ്ടി പോകുന്നത്. 2 ജനറൽ സ്ഥാനാർത്ഥികൾ, ഒരു OBC, ഒരു വനിത, അങ്ങനെ ഒരു കോംപ്ലക്സ് ആയ ഒരു തെരഞ്ഞെടുപ്പ് ഘടനയാണ്. അതുകൊണ്ട് അവിടെ കൃത്യമായ ചിത്രം വ്യക്തമാവണമെങ്കിൽ കുറച്ചധികം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഏതാണ്ട് 3 പതിറ്റാണ്ട് നീണ്ട താക്കറെ കുടുംബത്തിന്റെ ഭരണം അത് മുംബൈ നഗരത്തിൽ അവസാനിക്കുകയാണ്. ശിവസേനയുടെ ശക്തിദുർഗം, പൊന്നാപുരം കോട്ട എന്നൊക്കെ പറയാവുന്ന മുംബൈ നഗരത്തിലെ അവരുടെ സ്വാധീനത്തിന് വലിയ ഇടിവുണ്ടാകുന്നു എന്നതാണ് ഈ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. BJP അതുപോലെ ശിവസേന ഷിൻഡെ വിഭാഗവും ചേർന്ന് അവിടെ ഭരണത്തിലേക്ക് ഈ ലീഡ് നിലയിൽ ട്രെൻഡുണ്ട്. അത് സംഭവിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് സൂചനകളൊക്കെ വ്യക്തമാക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. VSSCയിൽ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. 15 സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ടാണ് കൈമാറിയത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇത് ഈ പ്രതികളുടെ പങ്കാളിത്തം സംബന്ധിച്ച് കേസിന്റെ മുന്നോട്ടുള്ള നിയമപരമായ വഴിയിലൊക്കെ വളരെ 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 പ്രധാനപ്പെട്ടതാണ് ഈ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്. ഇത് സീൽഡ് കവറിലാണ് സമർപ്പിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഉള്ളടക്കം സംബന്ധിച്ച സൂചനകളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമല്ല, അല്ലേ?
വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം സീൽഡ് കവറിൽ VSSC കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് റിപ്പോർട്ട്. എന്തായാലും SITയുടെ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമാണ് ശബരിമലയിൽ നടന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ശബരിമലയിൽ നിന്നുള്ള ദ്വാരപാലക പീഠങ്ങളിലെ സ്വർണ്ണപ്പാളികളും അതേപോലെ തന്നെ കട്ടിളപ്പാളിയും അത് അവിടെ എത്തിച്ച് അതിൽ നിന്ന് പാളികളിൽ നിന്ന് സ്വർണ്ണമുരുക്കിയ കൊള്ളയാണോ അതല്ല അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ അടക്കം പങ്ക് സംശയിക്കുന്ന കേസിൽ അപ്പാടെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അപ്പാടെ മാറ്റിയതാണോ എന്നൊക്കെയുള്ള കാര്യം കണ്ടെത്തുന്ന വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള പരിശോധനാ റിപ്പോർട്ടാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയുടെ മുൻപിലെത്തിയിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് നിലവിലുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച് VSSCയിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയായിരുന്നു. 1999 UB ഗ്രൂപ്പ് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നടന്നിട്ടുള്ള കാലയളവിൽ ഏതൊക്കെ തരത്തിൽ സ്വർണം നഷ്ടമായി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ അത് നടത്താൻ അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് പാളികൾ പൂർണ്ണമായി മാറ്റിയതാണോ അതല്ല സ്വർണം വേർതിരിച്ചെടുക്കുക മാത്രമാണോ ചെയ്തതെന്നുള്ള കാര്യം കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലിന്റെ ഭാഗമായിട്ടായിരുന്നു ശാസ്ത്രീയ പരിശോധന VSSCയിൽ തിരുവനന്തപുരം VSSCയിൽ നടത്തിയത്. ആ VSSC ഇപ്പോൾ സീൽഡ് കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ആ പരിശോധനാ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഇനി അത് SITക്ക് കോടതിയായിരിക്കും കൈമാറുക. ഏതെങ്കിലും തരത്തിൽ പാളികൾ അപ്പാടെ കൈമാറിയിട്ടുണ്ട്, അപ്പാടെ മാറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആഴം വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ അയ്യപ്പന്റെ കാവൽ നിൽക്കുന്ന ദ്വാരപാലകരുടെ പാളിയും അതേപോലെ തന്നെ കട്ടിളപ്പാളിയും അത് മാറ്റി പൂർണ്ണാർത്ഥത്തിൽ മാറ്റി എന്നുള്ള കണ്ടെത്തലിലേക്ക് SITക്ക് എത്തിച്ചേരേണ്ടി വരും. അതല്ല ഈ പാളികൾ പഴയ കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും കേസ് അന്വേഷണത്തിൽ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകും. ഏതായാലും തൊണ്ടി മുതലടക്കമുള്ള കാര്യങ്ങൾ എവിടെയെന്നുള്ള ചോദ്യം ഉയരുന്നതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ഇപ്പോൾ കോടതിക്ക് മുൻപിലേക്കും അതുവഴി SITക്കും ലഭിക്കാൻ പോകുന്നത്. വിജയകുമാർ. 15 സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ടാണ് മുദ്രവച്ച കവറിൽ കൈമാറിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VSSCയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ എന്തൊക്കെ കണ്ടെത്തലുകൾ, തൊണ്ടി മുതൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ, ഈ പ്രതികളുടെ പങ്കാളിത്തം സംബന്ധിച്ച് SIT ഇതുവരെ നടത്തിയ നിഗമനങ്ങൾ നിയമപരമായി കോടതിയിൽ നിലനിൽക്കുന്നതാണോ എന്നതൊക്കെ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അതൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. എന്തായാലും അത് SIT പരിശോധിക്കും. അതിൽ ഉള്ള കണ്ടെത്തലുകൾ കോടതി ഒരുപക്ഷെ ഹൈക്കോടതിയിലൊക്കെ പിന്നീടായിരിക്കും സമർപ്പിക്കുക. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ആ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. മുദ്രവെച്ച കവറിലാണ് വിജിലൻസ് കോടതിക്ക് കൈമാറിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന രാഷ്ട്രീയ പ്രചാരണ ജാഥയ്ക്ക് പേര് നിശ്ചയിച്ചു. പുതുയുഗയാത്ര എന്നാണ് ജാഥയുടെ പേര്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തി. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്നതായിരിക്കും VD സതീശൻ നയിക്കുന്ന UDFന്റെ രാഷ്ട്രീയ പ്രചരണ ജാഥയുടെ മുദ്രാവാക്യം. ഈ ആശയത്തിൽ നിന്നാണ് പുതുയുഗയാത്ര എന്ന പേരിലേക്ക് എത്തിയത്. പുതുയുഗയാത്ര എന്ന പേരിലായിരിക്കും ഫെബ്രുവരി 6 മുതൽ മാർച്ച് 6 വരെ നീളുന്ന യാത്ര. സംസ്ഥാനത്തെ 140 നിയോജകമണ്ഡലങ്ങളുടെയും കടന്നുപോകുന്ന യാത്രയുടെ ലക്ഷ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ പ്രചരണമാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ കടക്കുപുറത്ത് പ്രയോഗം മുദ്രാവാക്യമാക്കി രാഷ്ട്രീയ ജാഥ നടത്താനായിരുന്നു UDF ആലോചിച്ചിരുന്നത്. എന്നാൽ കടക്കുപുറത്ത് എന്ന വാചകത്തിന്റെ രാഷ്ട്രീയ ശരിയെക്കുറിച്ചും അത് നൽകുന്ന പ്രതികൂല സന്ദേശത്തെക്കുറിച്ചും വിമർശനം ഉയർന്നിരുന്നു. തുടർന്ന് കടക്കുപുറത്ത് മുദ്രാവാക്യം ഒഴിവാക്കിയാണ് പുതുയുഗയാത്ര എന്ന പേര് തിരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരരംഗത്തുണ്ടാകില്ലെന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP മാർ മത്സരിക്കണമെന്ന കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് KCയുടെ ഈ പരാമർശങ്ങൾ. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാണാതായ 14-കാരിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപം കണ്ടെത്തി. പാണ്ടിക്കാട് തൊടികപ്പാലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 16-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. ഗോകുൽ, എന്താണ് സംഭവിച്ചത്? പോലീസ് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, ഇന്നലെ വൈകിട്ടാണ് പെൺകുട്ടിയെ കാണാതാവുന്നത്.
ഈ കരുവാരക്കുണ്ട് സ്വദേശിനിയായിട്ടുള്ള 14-കാരിയായ പെൺകുട്ടിയെ കാണാനില്ലാത്തതുമായി ബന്ധപ്പെട്ട പരാതി കുടുംബം ഇന്നലെ തന്നെ കരുവാരക്കുണ്ട് പോലീസിന് നൽകിയിരുന്നു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന സമയത്ത് ഈ പെൺകുട്ടി പഠിക്കുന്ന അതേ സ്കൂളിലെ 16-കാരനായ വിദ്യാർത്ഥിയും ഈ പെൺകുട്ടിയും കൂടി പോകുന്നത് കണ്ടതായി ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പരിശോധന നടത്തിയെങ്കിലും പെൺകുട്ടിയെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന 16-കാരനെ പോലീസ് ട്രാക്ക് ചെയ്യുകയും അയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ചിട്ടാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിലായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ സംഭവത്തിൽ ഒരു ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒരാളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമായിരിക്കും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റുക. പിന്നീടായിരിക്കും വിശദമായ അന്വേഷണം നടക്കുന്നത്. കരുവാരക്കുണ്ട് പോലീസാണ് മിസ്സിംഗ് കേസ് അന്വേഷിച്ചതെങ്കിലും പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതിനാൽ 2 പോലീസ് സ്റ്റേഷനുകൾ പരിധിയിൽപ്പെടുന്നതിനാൽ 2 സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും അന്വേഷണം നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രാഥമികമായി തന്നെ ഈ വിഷയത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് പോലീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് മരിച്ചത്, മറ്റെന്തെങ്കിലും സംഭവങ്ങൾ അതിനിടയിൽ നടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതിൽ വ്യക്തതയുമില്ല. അത് ഈ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അറിയുവാൻ വേണ്ടി സാധിക്കുക. എന്തായാലും 14-കാരിയെ ഇന്നലെ വൈകിട്ട് മുതലാണ് കാണാതാവുന്നത്. കരുവാരക്കുണ്ട് തന്നെയുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അതേ സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നു. കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജിയോമാർ. യെസ്, 16-കാരനാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അയാളുടെ പങ്കെന്ത് എന്നതൊക്കെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. പാണ്ടിക്കാട് തൊടികപ്പാലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. അന്വേഷണം പുരോഗമിക്കുന്നു. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്. തൃശൂരിൽ കലാപൂരം. സർവകലാപൂരം പ്രസന്റഡ് ബൈ UGS ഗോൾഡ് ലോൺ. വാർഷിക പലിശ 4% മാത്രം. പവേർഡ് ബൈ ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. കോ-സ്പോൺസർഡ് ബൈ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ലക്ഷ്യം മർച്ചന്റ് നേവി ആണെങ്കിൽ മാർഗം മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി, തൃശൂർ. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുന്നു. തൊട്ടുപിന്നിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടവുമായി കോഴിക്കോടും തൃശൂരുമുണ്ട്. 60 ഇനങ്ങളിലാണ് ഇന്നത്തെ മത്സരം. 34 ഡിഗ്രിയാണ് തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ ഇന്നത്തെ താപനില. എന്നാൽ പൊള്ളുന്ന ചൂടിനെ വകവയ്ക്കാതെ അരങ്ങ് തകർക്കുകയാണ് കുട്ടിപ്രതിഭകൾ. എല്ലാ വേദികളിലും നിറഞ്ഞ സദസ്സിലാണ് മത്സരങ്ങൾ. 1ാം വേദിയിൽ ആൺകുട്ടികളുടെ കുച്ചുപ്പിടി, 2ാം വേദിയിൽ പരിചമുട്ട, 3ാം വേദിയിൽ മലപ്പുലയ ആട്ടം, വേദി 6ൽ നാടൻപാട്ട്. അങ്ങനെ എല്ലാ മത്സരങ്ങളും മനം നിറഞ്ഞ് ആസ്വദിക്കുകയാണ് കാണികൾ. ഉച്ചയ്ക്ക് 12 മണി വരെ പൂർത്തിയായത് ആകെ 124 മത്സര വിഭാഗങ്ങൾ. 497 പോയിന്റോടെ കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുകയാണ്. കോഴിക്കോട് ജില്ലയ്ക്ക് 493 നിലവിലെ ജേതാക്കളും ആതിഥേയ ജില്ലയുമായ തൃശൂരിന് 491 പോയിന്റുമുണ്ട്. കലോത്സവത്തിൽ ഇനി അരങ്ങിലെത്താൻ 129 ഇനങ്ങൾ ബാക്കിയുണ്ടെന്നിരിക്കെ പോയിന്റ് നില മാറി പറഞ്ഞേക്കാം. സ്കൂളുകളുടെ ഓവറോൾ പട്ടം ഇത്തവണയും ഉറപ്പിക്കുകയാണ് BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ. 123 പോയിന്റോടെ വ്യക്തമായ ലീഡ് നേടിയിട്ടുണ്ട് ഇതിനോടകം അവർ. 2ാം സ്ഥാനത്തുള്ള SVGVHSS കിടങ്ങന്നൂരിന് 93 പോയിന്റാണ് നിലവിൽ. തൃശൂർ പൂരത്തിനായി തേക്കുംകാട് മൈതാനിലെത്തി ആഘോഷം കളറാക്കുന്നത് പോലെ കലാപൂരം കൊണ്ടാടാൻ നിരവധി ആളുകളാണ് ദിവസേന എന്നോണം ഈ കലോത്സവ നഗരിയിൽ എത്തുന്നത്. കലോത്സവ നഗരിയിൽ നിന്നും ടീം 24 തൃശൂർ.